Okay. So stability factor കൂടിയിരിക്കുന്നതാണോ നല്ലത് കുറഞ്ഞിരിക്കുന്നതാണോ നല്ലത്? Yes. കൂടിയിരിക്കുന്നത്. ആരാ പറഞ്ഞു? ഒന്ന് പറയോ, പേരൊന്ന് പറയോ. ജോൺ. ജോൺ. ഓക്കെ. ജോൺ നോക്കി. ജോൺ പറഞ്ഞത് കൂടിയിരിക്കുന്നതാണ് നല്ലതെന്നല്ലേ പറഞ്ഞേ? അതെ. ജോൺ ഒന്ന് ശ്രദ്ധിച്ചേ. ഐസിയുടെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ICBO, VBയുടെ വേരിയേഷൻ, ബീറ്റയുടെ വേരിയേഷൻ. ഒരു പോയിന്റ് കൂടെ പറയാം. Q പോയിന്റ് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് ആക്റ്റീവ് റീജിയൻ വേണം. ഈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ VC, IC ആണ്. എനിക്ക് ഈ Q പോയിന്റ് ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യണം. ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ എനിക്ക് അതൊരു കാര്യം ഓർത്തിരിക്കുക. ഇനി ജോൺ എന്നല്ലേ പറഞ്ഞേ, പേര് പറഞ്ഞു? ജോൺ ഈ റേഷ്യോ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ജോൺ പറഞ്ഞത് A എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. കൂടുക എന്നാ പറഞ്ഞത്. കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏത് ഫാക്ടർ കൂടി? ഡിനോമിനേറ്റർ ആണോ ന്യൂമറേറ്റർ ആണോ? യെസ്, IC കൂടി. IC കൂടി എന്നാണ് പറഞ്ഞത് കേട്ടോ. IC കൂടി എന്നാ പറഞ്ഞത്. ഈ ഫാക്ടർ കുറഞ്ഞെന്നാ പറഞ്ഞത്. IC കൂടി കഴിഞ്ഞാൽ എന്നാ പ്രശ്നം? പോയിന്റ് ഷിഫ്റ്റ് ചെയ്യും. എങ്ങോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ ഷിഫ്റ്റ് ആവും. ശരിയാണോ? അന്നേരം നമുക്ക് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ കിട്ടുമോ? ഇല്ല. ബയോസ്റ്റെബിലൈസേഷൻ കിട്ടുമോ? ഇല്ല. അന്നേരം ഈ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഓഫ് IC വിത്ത് റെസ്പെക്ട് ടു സം ഫാക്ടേഴ്സ്. അന്നേരം വേരിയേഷൻ ഓഫ് IC നമുക്ക് എപ്പോഴും എന്തായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഈ ഫാക്ടർ എപ്പോഴും എന്തായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ലോ ആയിട്ട്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സീറോ. ഒരു കാരണവശാലും IC വേരി ചെയ്യരുത്. ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയേഷൻ ഒരു കാരണവശാലും വേരി ചെയ്യരുത്. അതാണ് വേരിയേഷൻ ഈക്വൽ ടു സീറോ. സീറോ എന്നുള്ള ഉദ്ദേശിക്കുന്നത് മിനിമം ആയിരിക്കണം. ജോൺ പറഞ്ഞത് മിനിമം എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയാണ് പറയേണ്ടത്. വേരിയേഷൻസ് കാണരുത്, വേരി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സ്റ്റെബിലിറ്റി ഫാക്ടർ എപ്പോഴും എന്തിരിക്കുന്നതാണുള്ളത്? എപ്പോഴും എന്തായിട്ടിരിക്കുന്നതെന്നല്ലേ? ലോ ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. ഐ തിങ്ക് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ ടു യു. എപ്പോഴും ലോ ആയിട്ട് ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സ്റ്റെബിലിറ്റി ഫാക്ടർ ഹാവ് ടു ബി മെയിൻറ്റെയിൻ ലോ. ഈ പറഞ്ഞ ലോജിക്ക് ഈസ് ഇറ്റ് ക്ലിയർ ടു യു എവരിവൺ? സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ കൺസെപ്റ്റ്? യെസ്. ഓക്കെ. ഇനി ആ സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻസ് ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം. സ്റ്റെബിലിറ്റി ഫാക്ടർ ഞാൻ പറഞ്ഞു, അതിനകത്ത് ഇക്വേഷൻസ് എന്ന് പറയുന്നത് S ആണ് സ്റ്റെബിലിറ്റി ഫാക്ടർ. ജസ്റ്റ് ഇക്വേഷൻ ഓർത്തിരിക്കേണ്ട. 3 ഇക്വേഷൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഡെൽറ്റ IC ബൈ ഡെൽറ്റ ICBO, മൈനോറിറ്റി കറണ്ട് വിത്ത് റെസ്പെക്ട്. അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് വേരിയേഷൻ ഓഫ് കളക്ടർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു VBE. അല്ലെങ്കിൽ ഒരു രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യാം, വേരിയേഷൻ ഓഫ് IC വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റ ബീറ്റയുടെ വേരിയേഷൻ. സോ സ്റ്റെബിലിറ്റി ഫാക്ടർ 3 തരത്തിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു IC, with respect to ICBO, or with respect to VB, with respect to IC, and IC with respect to beta. ഈ 3 രീതിയിലും നമുക്ക് അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സ്റ്റെബിലിറ്റി ഫാക്ടർ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ദ 3 ways. എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, സ്റ്റെബിലിറ്റി ഫാക്ടർ എപ്പോഴും എന്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ആസ് ലോ ആസ് പോസിബിൾ. ലോ ആസ് പോസിബിൾ. എത്രമാത്രം കുറഞ്ഞിരിക്കാമോ അത്രയും മാത്രം കുറഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞാൽ എങ്കിൽ മാത്രമേ IC സ്റ്റെബിലൈസ്ഡ് ആവുള്ളൂ. ഇഫ് IC ഈസ് സ്റ്റെബിലൈസ്ഡ്, നമുക്കറിയാം Q പോയിന്റ് സ്റ്റെബിലൈസ്ഡ് ആകും. അല്ലെങ്കിൽ Q പോയിന്റ് വിൽ ബി ഓൾവേസ് മെയിൻറ്റൈൻഡ് അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ആക്റ്റീവ് റീജിയൻ. സോ ഐ ക്യാൻ ഗെറ്റ് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. ഇത്തരം കാര്യങ്ങൾ, ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ, ഇത്തരം കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. സ്റ്റെബിലിറ്റി ഫാക്ടർ ഹാവ് ടു ബി മെയിൻറ്റൈൻഡ് ലോ. Hence IC is stabilized. Hence Q point is at the midpoint of active region. Hence I will get faithful amplification. ഇത്രയും പോയിന്റ് കണക്റ്റഡ് ആയിട്ട് തന്നെ സ്റ്റെബിലിറ്റി ഫാക്ടർ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുക. റൈറ്റ്? Is it clear? Yes, sir. Yes.
ഞാൻ ഇതിന്റെ ഡെറിവേഷനിലേക്ക് വരാം. ഒരു പോയിന്റും കൂടെ ഞാനൊന്ന് ഇതിനകത്തൊരു ആഡ് ചെയ്തിട്ട്. സോ ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ്, ഞാൻ ആ പോയിന്റ് ഇതിന്റെ മുന്നേ പറയേണ്ടായിരുന്നു, വിട്ടുപോയി. ദിസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് വേരിയേഷൻ, ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ വേരിയേഷൻസ് can be due to temperature dependence of IC, or operating point variations can be due to transistor replacement. ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്താലും ഇത് സംഭവിക്കാം, ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷിഫ്റ്റ് ആകാം. എന്ന് നേരത്തെ പറഞ്ഞാണെന്നാലും സമ്മറൈസ് ചെയ്യാം. നെക്സ്റ്റ് third point is called operating point can be due to thermal run away. എന്താണ് ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഐ സി? ഇവിടെ എന്ത് പാരാമീറ്ററിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഐ സി മീൻസ് എന്ത് പാരാമീറ്റർ ഇവിടെ യൂസ് ചെയ്യുന്നത്? ഞാൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇക്വേഷനും എഴുതിയായിരുന്നു, ഐ സി ഈക്വൽ ബീറ്റ ഐ ബി പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ICBO. ഇതിനകത്ത് ഏതാ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റി? ICBO. So operating point variations can be due to temperature dependence of IC. That means it can be due to ICBO. ട്രാൻസിസ്റ്റർ റീപ്ലേസ്മെന്റ് കാരണം സംഭവിക്കുന്നത് എന്താ? ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ബീറ്റ. ഇത് രണ്ട് കാര്യങ്ങളും നമുക്ക് ഓൾമോസ്റ്റ് അറിയാം, ICBOയുടെ ബീറ്റയുടെ. ഇനി ഒരു ഫാക്ടർ ഉണ്ട്, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, തെർമൽ റൺ അവേ. എപ്പോഴും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് കോൾഡ് തെർമൽ റൺ അവേ? വാട്ട് ഈസ് കോൾഡ് തെർമൽ റൺ അവേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത്. വാട്ട് യു മീൻ ബൈ തെർമൽ റൺ അവേ? തെർമൽ റൺ അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്യൂ പോയിന്റ് വേരിയേഷൻസ്. ഈ ക്യൂ പോയിന്റ് വേരിയേഷൻ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു തെർമൽ റൺ അവേ. അതാണ് ആദ്യം ഓർത്തിരിക്കേണ്ടത്. The Q point variation can be due to thermal runaway. Okay, we will discuss what is thermal runaway and we will wind up today's class. Thermal runaway. Thermal runaway, adine relate in the first equation. Adi orthirikkandathu IC is beta IB plus 1 plus beta into 1 plus beta into ICBO. So thermal runaway means, thermal runaway karanam its effect. What is the effect of thermal runaway? Q point shifting. Effect of thermal runaway is Q point shifting. Or first point. Thermal runaway is, what is effect of, final effect of thermal runaway? Q point shifting. Thermal runaway means you have to remember this cycle of operation. This is a cycle of operation. If temperature increases, temperature first cycle the first part, temperature is increasing. If temperature increases, ഈ equation എന്ത് quantity increase ആവും? If temperature is increases, ഈ equation ഏത് quantity increase ആവും? ICBO increases very drastically. It is minority. Temperature is minority dependent. Minority current increases. If minority current increases, എന്ത് increase ആവും? ഈ term increase ചെയ്യുക. അങ്ങനെയാണെങ്കിൽ which term increases? IC increases. IC increase ചെയ്യുവാണെങ്കിൽ നമ്മൾ +2 ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, H is equal to I square RT. ഈ I എന്ന് പറയുന്നതാണ് IC. So if IC increases, ഇതിനെയാണ് നമ്മൾ ഹീറ്റ് ലോസ് എന്നൊക്കെ പറയുന്നത്. ആണോ? കേട്ടിട്ടുണ്ടോ? I square RT. That means heat increases. അല്ലെങ്കിൽ ചൂട് കൂടും. IC കൂടുന്നതനുസരിച്ചിട്ട് ഹീറ്റിന്റെ എഫക്റ്റ് കൂടും. Hence, I can state that again which term increases? Temperature increases. Temperature increase ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് increase ആകും?
ICBO. ICBO കൂടുന്നതനുസരിച്ചിട്ട് വീണ്ടും IC കൂടും. IC കൂടുന്നതനുസരിച്ച് വീണ്ടും ഹീറ്റ് കൂടും, വീണ്ടും ടെമ്പറേച്ചർ കൂടും. ഇതൊരു സൈക്ലിക് പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അണ്ടിൽ ഏതുവരെ? അണ്ടിൽ ഏതുവരെ നടന്നുകൊണ്ടിരിക്കും? പറയോ? ഇതൊരു സൈക്ലിക് പ്രോസസ്സായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കും. ഏതുവരെ? എന്ത് സംഭവിക്കുന്നത് വരെ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും? ഒന്ന് പറയോ? യെസ്, എന്ത് സംഭവിക്കുന്നത് വരെ നടന്നുകൊണ്ടിരിക്കും? കംപ്ലീറ്റ് റീകോമ്പിനേഷൻ. എന്നാ കേട്ടില്ല പറഞ്ഞോ. കംപ്ലീറ്റ്ലി എല്ലാം റീകമ്പൈൻ ആയതിനു ശേഷം അല്ല, കംപ്ലീറ്റ്ലി ഈ ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസിസ്റ്റർ കത്തിപ്പോകുന്നത് വരെ ഇത് പ്രോസസ് നടന്നുകൊണ്ടിരിക്കും. കാരണം എന്ത് കൂടിക്കൊണ്ടിരിക്കുക? ഹീറ്റ് കൂടിക്കൊണ്ടിരിക്കുക. ട്രാൻസിസ്റ്റർ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് മൈനോറിറ്റി കറണ്ട് കൂടും, അതിനനുസരിച്ച് IC കൂടും, IC കൂടുന്നതനുസരിച്ച് ഹീറ്റ് ലോസ് കൂടുന്നതനുസരിച്ച് വീണ്ടും ടെമ്പറേച്ചർ കൂടും, വീണ്ടും ICBO കൂടും. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഈ സൈക്ലിക് പ്രോസസ്സ് ഈ ടെമ്പറേച്ചർ ഡാമേജ് ആകുന്നത് വരെ നടക്കും. അന്നേരം ഒരു തെർമൽ റൺഅവേ എന്ന് പറയുന്നത്, ഐ ടോൾഡ് ദാറ്റ് ദിസ് ഈസ് ക്യൂ പോയിന്റ് ഷിഫ്റ്റിംഗ്. ഇതിന്റെ ലാസ്റ്റ് എൻഡ് എന്ന് പറഞ്ഞ എന്നതാ? ട്രാൻസിസ്റ്റർ ഡാമേജ് ആയിപ്പോവും. അതുകൊണ്ട് അത് ഒരു കാരണവശാലും നടക്കരുത്. തെർമൽ റൺഅവേ ട്രാൻസിസ്റ്ററിൽ ഒരു കാരണവശാലും നടക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? തെർമൽ റൺഅവേ ട്രാൻസിസ്റ്ററിൽ നടക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം? ഒന്ന് പറയാമോ? തെർമൽ കേട്ടില്ല. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. ടെമ്പറേച്ചർ ഇൻക്രീസ്. ഓക്കെ. പേര് പറയോ? ആരാ പറഞ്ഞത്? ജോൺ. ജോൺ. ഓക്കെ. ജോൺ പറഞ്ഞ കാര്യം, തെർമൽ റൺഅവേ എന്ന് പറയുന്ന പ്രോസസ്സ് ഞാൻ ആദ്യം സൈക്ലിക് പ്രോസസ്സ് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. തെർമൽ റൺഅവേ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് മൈനോറിറ്റി കറണ്ട് ICBO കൂടി, ICBO കൂടുന്നതനുസരിച്ചിട്ട് IC കൂടി, IC കൂടുന്നതനുസരിച്ചിട്ട് I² RT ലോസ് കൂടി, അത് കൂടുന്നതനുസരിച്ചിട്ട് ഹീറ്റ് കൂടുന്നതനുസരിച്ചിട്ട് വീണ്ടും ടെമ്പറേച്ചർ കൂടും, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് ICBO കൂടുന്നതനുസരിച്ചിട്ട് VSO IC കൂടും, വീണ്ടും ഹീറ്റ് ലോസ് ഉണ്ട്, I² RT ടേം കൂടി, വീണ്ടും ഹീറ്റ് കൂടുന്നതനുസരിച്ചിട്ട് വീണ്ടും ടെമ്പറേച്ചർ കൂടി. ഇത് ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ് ആയിട്ട് നടക്കും അണ്ടിൽ ട്രാൻസിസ്റ്റർ ഡാമേജ് ആകുന്നത് വരെ. ഞാൻ പറഞ്ഞ കാര്യം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുക എന്നുള്ളത്. യെസ്, ദാറ്റ് പോയിന്റ് ഇസ് ക്ലിയർ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരിപാടി നടക്കത്തില്ല, ട്രാൻസിസ്റ്റർ ഡാമേജ് ആകത്തതുമില്ല. ഓക്കെ, ദാറ്റ് ഇസ് പോയിന്റ്. ഐ എം അക്സെപ്റ്റിംഗ് ദാറ്റ് പോയിന്റ്. Any other? First point, that is clear. Temperature should be constant. Next, any other point to be added? Any other point to be added? എനിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ പറയാൻ പറ്റുമോ? ടെമ്പറേച്ചർ കൂടിയാലും IC എന്ത് ചെയ്യണം? ജോണേ, IC എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കൂടിപ്പോയി എന്നാലും IC എന്ത് ചെയ്യണം? IC കോൺസ്റ്റന്റ് ആയിരിക്കണം. IC കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ജോൺ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ്. ഇനി ഇൻ കേസ് ടെമ്പറേച്ചർ കൂടിയാലും ICയുടെ വേരിയേഷൻസ് ഉണ്ടാവരുത്, അല്ലെങ്കിൽ IC കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. IC കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പോയിന്റിലേക്കാണ് വരുന്നത്? തെർമൽ റൺഅവേ
തെർമൽ റണ്ണവേക്കകത്ത് IC കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. IC കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞു സ്റ്റെബിലിറ്റി ഫാക്ടർ ഡെൽറ്റ IC ബൈ വേരിയേഷൻ ഓഫ് പല കാര്യങ്ങളുണ്ട്. അന്നേരം IC കോൺസ്റ്റന്റ് ആക്കി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്? ലോ അല്ലെങ്കിൽ മിനിമം ആസ് പോസിബിൾ എന്നാണ് വീണ്ടും പറഞ്ഞു വരുന്നത്. സോ ലെറ്റ് മീ കൺക്ലൂഡ്. തെർമൽ റണ്ണവേ ട്രാൻസിസ്റ്ററിൽ ഒരു ബാഡ് മാർക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഒരു കാരണവശാലും ട്രാൻസിസ്റ്ററിൽ നടക്കരുത്. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് ICയുടെ എഫക്റ്റ് കൂടും. അന്നേരം ഇൻ കേസ് ടെമ്പറേച്ചർ കൂടിയാലും ICയുടെ വേരിയേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് നമ്മൾ ആക്ച്വലി സർക്യൂട്ടിൽ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയസിങ് സർക്യൂട്ട്സ് യൂസ് ചെയ്യും. ബയസിങ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ ICയുടെ വേരിയേഷൻ വളരെ കുറയ്ക്കണം, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആംപ്ലിഫിക്കേഷൻ വേണം. ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബയസിങ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. So in the next class we will discuss the important part in the last section of the first module, that is biasing circuits. So biasing circuits use ചെയ്യുന്നത് എനിക്ക് Q പോയിന്റ് മിഡ് പോയിന്റിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു കാര്യം, Q പോയിന്റിനെ മെയിൻറ്റെയിൻ ചെയ്യണം പ്രോപ്പർലി. ICയുടെ വേരിയേഷൻ റെസ്ട്രിക്ട് ചെയ്യണം. Restrict the IC variation. 3. ഒരു കാര്യങ്ങളുണ്ട്. ഇൻപുട്ട് ജംഗ്ഷൻ എന്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം? ഒരു ട്രാൻസിസ്റ്ററിലെ ഇൻപുട്ട് ജംഗ്ഷനും ഔട്ട്പുട്ട് ജംഗ്ഷനും എന്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം? ഏത് ബൈസിങ് കൊടുക്കണം? ഇൻപുട്ടിൽ ഏത് ബൈസിങ് കൊടുക്കണം? നമ്മൾ ആംപ്ലിഫയർ ആണെന്ന് വെച്ചോ. ആംപ്ലിഫയർ ആണെങ്കിൽ ഇൻപുട്ട് ഏത് ബൈസിങ് കൊടുക്കണം? ഇൻപുട്ട് സൈഡ് എന്ത് ബയസിങ് കൊടുക്കണം? യെസ്, ഫോർവേഡ് ബയസിങ് കൊടുക്കണം. ഔട്ട്പുട്ടിൽ റിവേഴ്സ് ബയസ്, എങ്കിൽ മാത്രമേ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇത് ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിനൊക്കെ എല്ലാത്തിനും കൂടെ വേണ്ടിയാണ് നമ്മൾ ബയസിങ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ എക്സ്പ്ലനേഷൻ ഫോർ നീഡ് ഫോർ ബയസിങ് സർക്യൂട്ട്സ്. ഐ തിങ്ക് ദാറ്റ് പോയിന്റ് ഈസ് ക്ലിയർ ടു യു. നീഡ് ഫോർ ബയസിങ് സർക്യൂട്ട്സ്. ബയസിങ് സർക്യൂട്ട്സ് യൂസ് ചെയ്തത് എല്ലാം ഒരു കാര്യം തന്നെ നമ്മൾ പറയുന്നത്, Q പോയിന്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ, ICയുടെ വേരിയേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ICയുടെ വേരിയേഷൻ റെസ്ട്രിക്ട് ചെയ്യാൻ, ഇൻപുട്ട് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് മെയിൻറ്റെയിൻ ചെയ്യണം, ഔട്ട്പുട്ട് റിവേഴ്സ് ബയസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിനെല്ലാം വേണ്ടിയാണ് ബയസിങ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. നീഡ് ഫോർ ബയസിങ് സർക്യൂട്ട്. സോ ലെറ്റ് മീ കൺക്ലൂഡ് വാട്ട് ഓൾ വി ഡിസ്കസ് ഇൻ ടുഡേസ് ക്ലാസ്. ആദ്യം പറഞ്ഞത് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. ശരിയാണോ? ഫെയ്ത്ത്ഫുൾ amplification. Faithful amplification. രണ്ടാമത്തെ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? Stabilization. 3. Stability factor. 4th. Yes. തെർമൽ റണ്ണവേ. അത് ഓക്കെ, അതൊരു എക്സ്ട്രാ ഈ സ്റ്റെബിലിറ്റി ഫാക്ടറിനകത്ത് വരുന്ന പോയിന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് തെർമൽ റണ്ണവേ, അതിന്റെ ഡെഫിനിഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ, അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം 3 മാർക്ക്. എന്താണ് ബയസ് സ്റ്റെബിലൈസേഷൻ ചോദിക്കാം, ക്രൈറ്റീരിയ, സ്റ്റെബിലിറ്റി ഫാക്ടർ എന്നാണ് ചോദിക്കാം, ഡെഫിനിഷൻസ് ചോദിക്കാം, അതിന്റെ ഇക്വേഷൻസ് ചോദിക്കാം, എന്താണ് തെർമൽ റണ്ണവേ എന്ന് ചോദിക്കാം, വാട്ട് ഈസ് മീൻ ബൈ തെർമൽ റണ്ണവേ. നെക്സ്റ്റ് ബയസിങ് സർക്യൂട്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. വളരെ ബ്രീഫ് ആയിട്ട് 3 സർക്യൂട്ട്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. There are 3 types of biasing circuits. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ Okay, sir. Okay. So let me stop the recording.